ഷിപ്പിൻ കണ്ടെത്തും. ഡയറക്റ്റഡ് ബൈ ഡാർവിൻ കുര്യാക്കോസ്, റിട്ടൺ ബൈ ജിനു എബ്രഹാം, മ്യൂസിക് സന്തോഷ് നാരായണൻ. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഞാനൊരു സിനിമാ നിരൂപകയോ സിനിമയെ കീറി മുറിച്ച് അതിൻ്റെ ശരിയും തെറ്റും മനസ്സിലാക്കി അതിനെപ്പറ്റി പറയാനോ ഞാനാളല്ല. 100-200 കൊടുത്ത് സിനിമ കാണാൻ പോകുമ്പോൾ എൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായം, അതാണ് ഞാനിതിൽ പറയാൻ പോകുന്നത്. ഇപ്പം എൻ്റെ അഭിപ്രായം കേട്ടുകൊണ്ട് സിനിമ കാണണമെന്നോ കാണണ്ടെന്നോ അങ്ങനെയല്ല. എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം, പ്രത്യേകിച്ച് മലയാള സിനിമ. അപ്പം വീഡിയോയിലേക്ക് പോവാം. ദായു ആൻഡ് മീ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഷിപ്പിംഗ് കണ്ടെത്തും. ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒന്ന് ഇതിൻ്റെ കാലഘട്ടമാണ്. ഒരു 80-90 കാലഘട്ടത്തിൽ കൂടെയാണ് സിനിമ കടന്നു പോകുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള ഒബ്ജക്റ്റ്, ബിൽഡിങ്, അങ്ങനത്തെ ഒരു ഇത്. അപ്പോൾ ആ ഒരു 90s കിഡ്സിനെയൊക്കെ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഈ സിനിമ 2 എപ്പിസോഡായിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് 2 എപ്പിസോഡിന് ഒരു പൂർണ്ണതയില്ല. പക്ഷേ ആ ഒരു പൂർണ്ണത ഇല്ലായ്മയാണ് ആ സിനിമയിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. സിനിമ ഒരു സ്ലോ പേസിൽ കൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ നമുക്ക് ഒരു സ്ഥലത്ത് പോലും ബോറടിപ്പിക്കാത്ത രീതിയിൽ സിനിമ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ 2 എപ്പിസോഡ് എന്ന് പറയുന്നത് 2 ക്രൈം സീനുകളാണ്. രണ്ടും ഒരു പൂർണ്ണതയില്ലാത്ത രീതിയിലാണ് എൻഡ് ചെയ്യുന്നത്. ക്യാമറ ചെയ്തേക്കുന്നത് ഗിരീഷ് ഗംഗാധറാണ്. ഗിരീഷ് ഗംഗാധറിനെ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ജല്ലിക്കെട്ട്, വിക്രമൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതിൽ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഫ്രെയിം എന്ന് പറയുന്നത് കപ്പത്തോട്ടത്തിനിടയിൽ കൂടി ഒരു ഡോഗ് നടന്നു പോകുമ്പോഴത്തേക്ക് മുകളിൽ നിന്നുള്ളൊരു ഷോട്ടുണ്ട്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അടുത്ത് പറയുന്നത് സിനിമയിലെ മ്യൂസിക്കാണ്. മ്യൂസിക് ചെയ്തേക്കുന്നത് സന്തോഷ് നാരായണനാണ്. സന്തോഷ് നാരായണൻ എല്ലാവർക്കും അറിയാമല്ലോ, തമിഴിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടറാണ്, അറിയാലോ. അപ്പം പുള്ളിയാണ്. മ്യൂസിക് ഒക്കെ ഓക്കെയാണ്. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ BGM അങ്ങനെ പറയത്തക്ക രീതിയിലുള്ള പുതുമയൊന്നുമില്ല. സാധാരണ ഒരു ക്രൈം ത്രില്ലറിന് വേണ്ട BGM കൊടുത്ത് സിനിമ മുന്നോട്ട് പോയിക്കുന്നുണ്ട്. ഇനി പറയാൻ പോണത് കാസ്റ്റിംഗ് ആണ്. കാസ്റ്റിംഗ് ടൊവിനോ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ടൊവിനോ ആ ഒരു ഫിസിക്കും കാര്യങ്ങളൊക്കെ ഒരു പഴയ കാലഘട്ടത്തിൻ്റെയും ഒരു പോലീസ്, കറക്റ്റ് ഒരു പക്ക പോലീസിൻ്റെ ഒരു ഫിസിക്കൊക്കെ ആയിട്ട് പുള്ളി നല്ല രീതിയിൽ അത് സിനിമയിലുടനീളം ചെയ്തിട്ടുണ്ട്. സിനിമയിൽ ഒരുപാട് കാസ്റ്റിംഗ് ഉണ്ട്. ചെറിയ ചെറിയ റോൾ ചെയ്ത് എല്ലാവരും പോണുണ്ട്. ഇന്ദ്രൻസ്, മധുപാല്, പിന്നെ ബാബുരാജ്, സിദ്ദീഖ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. എന്തായാലും അന്വേഷിപ്പിംഗ് കണ്ടെത്തും നല്ലൊരു എന്റർടൈനർ ക്രൈം ത്രില്ലറാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക. അപ്പോൾ ബൈ.